ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നും കൂടാതെ തിരികെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ആ ലോറിക്കാരൻ അർച്ചനയോട് പറയുകയാണ്, ഇപ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. അർച്ചനയുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന കാരണമാണ് എല്ലാവരും തിരികെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. ശരിയെന്നാ അർച്ചന എല്ലാവരെയും പോയി കാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങുമ്പോൾ അർച്ചന പിന്നാലെ ഓടി ചെല്ലുകയാണ്. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഈശോ അല്ലെങ്കിൽ മൈക്കിൾ. അത്രയും പറഞ്ഞുകൊണ്ട് മൈക്കിൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മൈക്കിളിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് സച്ചിയേട്ടാ എന്ന് സച്ചിക്ക് ഒരു ചായ കൊടുത്തുകൊണ്ട് അർച്ചന ചോദിക്കുമ്പോൾ കുറവുണ്ടെന്ന് സച്ചി പറയുന്നു. നല്ല ക്ഷീണം കാണുമെന്നും റെസ്റ്റ് എടുക്കണമെന്നുമാ ഡോക്ടർ പറഞ്ഞത്. എന്നാലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് എങ്ങനെയാ ഫുഡ് പോയ്സൺ വന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഈശ്വരാധീനം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഈശ്വരാധീനം മാത്രമല്ല, താനും കൂടി ഉള്ളത് കൊണ്ടാ ആർക്കും ഒന്നും പറ്റാതിരുന്നത്. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും പതറിപ്പോകാതെ താൻ എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ. നമുക്കിടയിൽ നന്ദി പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തന്നോട് നന്ദി പറയുന്നില്ല. നന്ദിയുടെ ഒന്നും ഒരാവശ്യവുമില്ല. ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഞാനും സച്ചേട്ടനും നന്ദിയും പറയേണ്ടതും കൂടാതെ എന്നും കടപ്പെട്ടിരിക്കേണ്ടതും ഒരാളോടാണ്, മൈക്കിൾ. അദ്ദേഹം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ശരിക്കും മൈക്കിൾ ആരായിരിക്കും? ഒരു വഴിപോക്കൻ. അല്ല, പിന്നീട് ആലോചിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് ആരാണെന്നും എന്താണെന്നും. സാക്ഷാൽ ദൈവം തന്നെയാ സച്ചിയേട്ടാ ആ മൈക്കിൾ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. നന്ദനെയും സന്ധ്യയും അർച്ചനയുമാണ് കാണിക്കുന്നത്. നന്ദൻ പറയുകയാണ്, പോലീസിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. നമ്മളെല്ലാവരും കഴിച്ച കേക്കിൽ നിന്നാണ് എല്ലാവരുടെയും ഉള്ളിൽ വിഷം ചെന്നിരിക്കുന്നത്. അർച്ചനയും ആതിരയും അതൊന്നും കഴിക്കാത്തതുകൊണ്ടാ എല്ലാവരെയും രക്ഷപ്പെടുത്താനായത്. അർച്ചന കേക്ക് ഓർഡർ ചെയ്ത ബേക്കറിയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അവര് ഈ കാര്യം അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഞാനും അവരോട് വിളിച്ചു ചോദിച്ചു. അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞ കേക്ക് തന്നെയാ ഡെലിവറി ചെയ്തതെന്നാ. പിന്നെ കേക്ക് എങ്ങനെയാ മാറിയതെന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, അതെന്തിനാ കൂടുതലായി ആലോചിക്കുന്നത്. അർച്ചന കൊണ്ടുവച്ച കേക്ക് മാറ്റി പോയിസൺ ഉള്ള കേക്ക് മറ്റാരോ അവിടേക്ക് വെച്ചു. ഞാൻ ആരോ എന്നാണ് പറഞ്ഞതെങ്കിലും ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഡോക്ടർ പറയുന്നത് അവന്തികേട്ടത്തി ഇതൊക്കെ ചെയ്തെന്നാണോ? അല്ലാതെ ആ വീട്ടില് ഇതൊക്കെ ആര് ചെയ്യാൻ അർച്ചനെ? ആ വീട്ടുകാരെ മുഴുവൻ കൊല്ലാൻ നടക്കുന്നവളല്ലേ ഈ അവന്തിക. അവന്തികയാണ് ഇത് ചെയ്തതെങ്കിൽ അവന്തിക അറിഞ്ഞുകൊണ്ട് ആ കേക്ക് കഴിക്കുമോ? കൂടാതെ അനഘയെ കൊണ്ട് ആ കേക്ക് കഴിക്കാൻ സമ്മതിക്കുമോ? അതെ ഡോക്ടറെ, എല്ലാവരും മുമ്പിൽ വെച്ച അവന്തികേട്ടത്തെയും അനഘയും കേക്ക് കഴിച്ചത്. കൂടാതെ അവരും കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആപത്ത് വരുന്ന രീതിയിൽ ഒന്നും അവന്തിക ചെയ്യില്ലെന്ന് നന്ദനും പറയുന്നു. ആരെയും നമുക്കൊരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കേസിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് അറിഞ്ഞിരിക്കണം. അതേ നന്ദേട്ടാ, ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരെ ശിക്ഷിക്കാം. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം അർച്ചനെ. ആദ്യം കേസ് അന്വേഷണം ഏത് വഴിക്കാ പോകുന്നതെന്ന് നോക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയും അനഘയുമാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞ ചേച്ചി ഇപ്പോൾ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേ പേടി തോന്നും. ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമാ ഓർമ്മ വരുന്നത്. നമ്മള് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈശ്വരൻ വാരിക്കോരിയ ആയുസ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം പോലും ചത്തില്ലല്ലോ. തൽക്കാലം ഈ പരിപാടിയൊന്ന് മാറ്റിപ്പിടിക്കാൻ നോക്ക്. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എന്റെ പ്ലാൻ എല്ലാം കൃത്യമായിരുന്നു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ വന്നു. അതാ ആകെ പ്രശ്നമായത്. വെള്ളം കഴിച്ചതുകൊണ്ടാ പോലീസിന് നമ്മളെ സംശയമില്ലാത്തത്. ഇല്ലെങ്കിൽ കാണാമായിരുന്നു. എന്റെ ചേച്ചി, നമ്മൾ കാരണം അർച്ചന വീണ്ടും സ്റ്റാറായി. നമ്മളെ കൊണ്ട് ഇനി എന്താ ചെയ്യാൻ സാധിക്കുക? അല്ല ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. കേക്കിൽ വിഷം ചേർത്തതുപോലെ ഇവിടുത്തെ ചോറിൽ വിഷം ചേർത്ത് എല്ലാത്തിനെയും കൊന്നാ പോരെ? കൊള്ളാം, നല്ല ബുദ്ധി. എന്നിട്ടേ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അങ്ങ് ജയിലിൽ കിടക്കാം. ഇതിപ്പോ കേക്ക് ആയതുകൊണ്ടാ ആ ബേക്കറിക്കാരുടെ തലയിൽ കേസിരിക്കുന്നത്. എടി അനഘേ, ഇനി നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നതേ ഉഗ്രൻ ബ്രഹ്മാസ്ത്രം തന്നെയാ. നമ്മുടെ കയ്യിലുള്ള ആ ബ്രഹ്മാസ്ത്രമാണ് അർച്ചന പ്രസവിക്കില്ല എന്നുള്ളത്. ഞാനും നീയും ഉൾപ്പെടെ 4-5 പേരിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന രഹസ്യം ഇനി നമുക്ക് പരസ്യമാക്കണം. സച്ചിയും അർച്ചനയും അറിയണം അവരൊരിക്കലും ഒരു കുഞ്ഞിന്റെ തന്തയും തള്ളയും ആകില്ലെന്ന്. ഒന്നെങ്കിൽ സച്ചിയും സേതുമാധവനും അവളെ വെറുത്ത് ഇവിടെ നിന്ന് പറഞ്ഞയക്കും. ഇല്ലെങ്കിൽ അവള് തന്നെ അവളുടെ ജീവൻ അങ്ങ് തീർത്തോളും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അന്തിക സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എടാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാ വന്നത്. അന്ന് ഞങ്ങള് പറഞ്ഞ കാര്യം തന്നെയാ.
നീയും അർച്ചനയും കൂടി സന്ധ്യ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് പിന്നെ ഏട്ടത്തി, ആദ്യത്തെ 6 മാസം ഞങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിൽ അല്ലായിരുന്നല്ലോ. അത് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അത് കഴിഞ്ഞപ്പോൾ എത്രയോ മാസങ്ങളായി. നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്തൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സന്ധ്യ ഡോക്ടർ തന്നെ അതിനൊരു പരിഹാരവും കണ്ടെത്തി തരും. വന്നാലും നീ നാളെ തന്നെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോകണമെന്ന് അവന്തിക പറയുമ്പോൾ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് പോകുന്ന സച്ചിയെ നോക്കി തന്റെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.